നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലത്ത് the pace of technological change is going incredibly fast. പുതിയ ഫീൽഡ്സ് നമ്മൾ ആരും ചിന്തിക്കാതെ ആരും അറിയാത്ത ഫീൽഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് 21ാം നൂറ്റാണ്ടത്തിൽ. റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇലക്ട്രിക് മൊബിലിറ്റി, റിന്യൂവബിൾ എനർജി ടെക്നോളജി, ഇതെല്ലാം കേരളത്തിൽ പഠിക്കാൻ സാധിക്കുമോ? I'm sorry to say the answer is no. IIT മദ്രാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ഓൺലൈൻ കോറസ്പോണ്ടൻസ് കോഴ്സ് കൊടുക്കണം, അതിൽ നമ്മൾ എൻറോൾ ചെയ്യാം. പക്ഷേ കേരളത്തിൽ നമുക്കിത് ആ ലെവൽ ആ ക്വാളിറ്റിയിൽ പഠിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്കറിയണം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഇന്ന് വന്നിട്ടുണ്ട് മാരമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ. ഓക്സ്ഫോർഡിൽ ദി ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂൾ published a report a few years ago. It's called The Future of Skills Employment in 2030. അവരെന്താ പറഞ്ഞത്? 2030 ഉണ്ടാവാൻ പോകുന്ന ജോലികൾ, 2030 കാണുന്ന തൊഴിലവസരങ്ങൾ 30% ഇപ്പോൾ നിലവിലില്ലാത്ത തൊഴിലുകളായിരിക്കും. 30% of the jobs that will be available in 2030 are jobs that do not exist today. So how do you prepare children? How do you prepare young people for a job that doesn't exist? നമ്മളൊക്കെ പറയാം നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി റെലവൻറ്റ് ടു ദ വർക്ക് പ്ലേസ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്താ അവരെ പഠിപ്പിക്കുന്നത്? ഞാൻ എപ്പോഴും ടീച്ചർമാരെ കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ഞാൻ ഒരു ക്ലിയർ സന്ദേശമാണ്, കുട്ടികളെ ഒന്ന്, വിദ്യാർത്ഥികളെ ഒന്ന്, എന്താ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കരുത്, എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കൂ. ഡു നോട്ട് ടീച്ച് ദം വാട്ട് ടു തിങ്ക്, ടീച്ച് ദം ഹൗ ടു തിങ്ക്. അതാണ് ഈ 21ാം നൂറ്റാണ്ടത്തിൽ എല്ലാം വെച്ച് അത്യാവശ്യമായ ഒരു കാര്യം. നമ്മളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതും ബൈഹാർട്ട് ചെയ്തിട്ട് ടീച്ചറിന് ലെക്ചറിനെ നോട്ട് എഴുതി ബൈഹാർട്ട് ചെയ്തിട്ട് പരീക്ഷയിൽ റീഗർജിറ്റേറ്റ് ചെയ്യണത് പോരാ, ആ കാലം കഴിഞ്ഞു. ഒന്നാം കാര്യം, ബൈഹാർട്ട് ചെയ്യണത് ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ഒരു ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു ഡിന്നർ ടേബിൾ പാർട്ടിയിൽ ഒരു ഷേക്സ്പിയറിന്റെ സോണറ്റ് കോട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ശരി, നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോളൂ. പക്ഷെ ശരിക്കുള്ള ലോകത്തിൽ നമ്മൾക്ക് 2 ക്ലിക്ക് കൊണ്ട് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഏത് ഫാക്റ്റും ഏത് ഡേറ്റയും ഏത് കോട്ടും കിട്ടാൻ സാധിക്കും. അപ്പൊ അതല്ല ഇപ്പൊ ഈ ലോകത്ത് ആവശ്യമുള്ളത്. ഇപ്പൊ ആവശ്യമുള്ളത് ഇറ്റ്സ് നോട്ട് എ വെൽ ഫോംഡ് മൈൻഡ്, നോട്ട് എ വെൽ ഫിൽഡ് മൈൻഡ്, ബട്ട് എ വെൽ ഫോംഡ് മൈൻഡ്. ഒരു നിറഞ്ഞ മനസ്സല്ല ആവശ്യം, ഒരു നല്ല രൂപമുള്ള ഒരു മനസ്സാണ് ആവശ്യം. ദാറ്റ് ഇസ് ദി ചാലഞ്ച് ബിഫോർ അസ്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരുടെയും വലിയൊരു പരാതി. എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ചിന്തിക്കാൻ പഠിക്കേണ്ടത്? അങ്ങനെ if you teach children how to think, they will face unfamiliar problems with confidence. They will be able to realize how to accommodate different facts and figures and move forward. അതിൽ നമ്മൾക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസിലും പഠിപ്പിക്കുന്ന രീതിയിലും. അത് ആ വെല്ലുവിളി നേരിടാനും നമ്മൾ കയ്യിൽ പിടിക്കാൻ നമ്മൾക്ക് ആ ധൈര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അത്യാവശ്യമാണ്. അതിനൊപ്പം തന്നെ അക്കാഡമിയ ഇൻഡസ്ട്രി കൊളാബറേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്കയിലെ ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഒരു കമ്പനിക്ക് അഥവാ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിനെ റിയാലിറ്റി ആക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് അതിന് സ്റ്റാഫ് റിസോഴ്സസ് ഇല്ല. അവരൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് പറയും, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ ഞങ്ങൾ ഈ ഐഡിയയെ അവർ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി അവരിതിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചിട്ട് ഒരു ഫുള്ളി മാനുഫാക്ചറബിൾ മാർക്കറ്റബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അവരുടെ ഈ പ്രവർത്തന ചെലവും അവരുടെ സ്കോളർഷിപ്പും എല്ലാം ഞങ്ങൾ തരാം. എന്നിട്ട് അവർ ഈ പ്രോഡക്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ റോയൽറ്റി ഒരു വലിയ ശതമാനം യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾ തരാം. അതാണ് അക്കാഡമിയ ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്ന് പറയണം. എത്ര നന്നായി നടക്കുന്നുണ്ട്. സിലിക്കൺ വാലിയിൽ പല കാര്യങ്ങൾ അങ്ങനെയാണ് ആരംഭിച്ചത്. നോർത്ത് കരോലൈനയിലത്തെ റാലി ഡറം ട്രയാങ്കിൾ ഉണ്ട്, അവിടെ അങ്ങനെയാണ്. 3 നഗരത്തിൽ യൂണിവേഴ്സിറ്റീസുമുണ്ട്, കമ്പനീസുമുണ്ട്. എല്ലാവരും ദേ ആർ ഫീഡിങ് ഓഫ് ഈച്ച് അതർ. യൂണിവേഴ്സിറ്റീസ് കമ്പനീസ് സഹായിക്കുന്നു, കമ്പനീസ് യൂണിവേഴ്സിറ്റി സഹായിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലും അത് കണ്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട് നമ്മളത് കൊണ്ടുവന്നുകൂടാ? നമുക്ക് ഇന്ത്യയുടെ 1ാമത്തെ ടെക്നോ പാർക്ക്, ആദ്യം സ്ഥാപിച്ച ടെക്നോ പാർക്ക് കേരളത്തിലാണ്. ഇപ്പോൾ നമ്മൾക്കൊരു ഇൻഫോ പാർക്കും വന്നിട്ടുണ്ട്. നമ്മൾക്ക് സ്മാർട്ട് സിറ്റീസ് മിഷൻ, സ്മാർട്ട് മിഷൻ, സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളികൾക്ക് കഴിവിൻ്റെ ഒരു കുറവുമില്ല എന്ന് എനിക്ക് വലിയൊരു വിശ്വാസമാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ ലെവറേജ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചില സ്റ്റുഡൻസിനെ നിന്ന് കേട്ടതാണ്. എനിക്ക് സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം, വിദ്യാർത്ഥികളുടെ അഭിപ്രായവും അനുഭവങ്ങളും സജഷൻസ് കിട്ടാൻ വലിയ ഇഷ്ടമാണ്. അവരിപ്പോൾ കണ്ടു ചോദിച്ചിട്ട്
അവർ പറഞ്ഞതാണ് പലവരും, ഞങ്ങൾക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ കമ്പനീസിനൊപ്പം സമ്പർക്കം ചെയ്ത് ഇന്റേൺഷിപ്സ് ചെയ്യാൻ സാധിക്കുമോ? അവർ ഫുൾ ടൈം ആയിട്ട് ഇന്റേൺ ആയിട്ട് പോകാൻ സാധിക്കില്ല, കാരണം അവർക്ക് പഠിപ്പുണ്ട്, അവർക്ക് ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ഈ കാലത്ത് കോവിഡ് പാൻഡമിക് നമ്മളെ പഠിപ്പിച്ചത് വർക്ക് ഫ്രം ഹോമിന്റെ പുതിയ രീതിയാണ്. ലാപ്ടോപ്പ് ഉപയോഗിച്ചതുപോലെ ആരോടൊപ്പം സമ്പർക്കം ചെയ്യുക, കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പോൾ വിചാരിച്ചോളൂ, 3-4 മണിക്കൂർ ഒരു ദിവസം ഒരു കോളേജ് സ്റ്റുഡൻറ്റ് കോളേജ് ക്യാമ്പസിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു കമ്പനിക്ക് ഒരു ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്താൽ കമ്പനിക്ക് ഭയങ്കര ഗുണം ചെയ്യും. അവർക്ക് ചെറിയൊരു ചെലവിൽ ഒരു സ്റ്റൈപ്പൻഡ് മാത്രം കൊടുത്തിട്ട് അവർക്ക് ഒരു പഠിപ്പും ബുദ്ധിയുമുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ സേവനം കിട്ടും. സ്റ്റുഡൻറ്റിനും അത് ഗുണം ചെയ്യും, വിദ്യാർത്ഥിക്കും ഗുണം ചെയ്യും. കാരണം വിദ്യാർത്ഥിക്ക് ചെറിയൊരു കാശ് കിട്ടും, മാത്രമല്ല അവർക്ക് ആ അനുഭവം കിട്ടും. എന്നിട്ട് അനുഭവം കിട്ടി ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അവർക്ക് വേഗം പഠിക്കാൻ സാധിക്കും. ഈ ജോലി എനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഈ കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടും ബോത്ത് സൈഡ്സ് ലൈക്ക് ഈച്ച് അതർ. ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ജോബ് ഒരു പക്ഷേ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു അത്യാവശ്യമായ ഒരു കണ്ടുപിടുത്തം അവരുടെ ജീവിതത്തിൽ അടുത്ത അവസരത്തിൽ വേറെ വല്ലതും അവർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ആവശ്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. നമുക്കറിയണം, നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഒരു കാലത്ത് ഭയങ്കര പ്രസിദ്ധമായിരുന്നു. തിരുവിതാംകൂറിന്റെ മഹാരാജാവ് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകോർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആയിട്ടുണ്ട്. അതിനെ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ആരാണ് അവരെ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് വൈസ് ചാൻസലർ ആവാൻ? ആൽബർട്ട് ഐൻസ്റ്റൈൻ. മഹാരാജാവ് ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയിട്ട് വരൂ, ഞങ്ങളുടെ വൈസ് ചാൻസലർ ആവും, നല്ല ശമ്പളം തരാം. ആ കാലത്ത് എന്തോ 500 രൂപ എന്തോ അത് വലിയൊരു നല്ല ശമ്പളം തരാ പറഞ്ഞു. പക്ഷെ ഐൻസ്റ്റൈൻ മോഡസ്റ്റി ഡിക്ലൈൻ ചെയ്തു. അത് വലിയൊരു കഥയാണ്, പക്ഷെ സത്യം കൂടിയാണ്. ഇതിൽ ഞാൻ പറയട്ടെ, നമ്മുടെ രാഷ്ട്രീയ ഇന്റർഫിയറൻസ് വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമില്ല.